പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളപ്പോൾ അങ്ങനെ കിഴക്കേക്കോട്ടയിൽ സഞ്ചരിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കണ്ട് പഴവങ്ങാട് ഗണപതി ക്ഷേത്രം കണ്ട് ഇവിടെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാം, അയ്യോ ഒരു മരത്തിന്റെ കൊമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വസന്തകുമാരി പറയുന്നു, നമസ്തേ T24 ഇലക്ഷൻ സ്പെഷ്യൽ മോർണിംഗ് ഷോയ്ക്ക് എല്ലാവിധ മോർണിംഗ് ഏവർക്കും നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു ചേച്ചി. ആശ പറയുന്നു, ആശുപത്രി നല്ല സുഖമുണ്ടല്ലേ ഇങ്ങനെ പോയാൽ, പക്ഷേ വെയിൽ ആയാൽ കഷ്ടമാണ്, എൻജോയ് എന്ന് പറയണം. നല്ല സൂര്യൻ എന്താ രാവിലെ ആണെങ്കിൽ നല്ല ഫോമിൽ രാവിലെ വന്ന് ആകാശത്ത് നിൽപ്പുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഇന്ന് 20 മണ്ഡലങ്ങളിലും നാളെ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഒരു തുള്ളി പോലും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ പൂർണ്ണമായി സജ്ജമാണ്. 20 മണ്ഡലങ്ങളിൽ 7 മണിക്ക് തുടങ്ങി നാളെ കൊട്ടിക്കലാശം തീരുന്ന ആ സമയം വരെ നമുക്ക് വിശ്രമമില്ല, നമുക്ക് റെസ്റ്റ് ഇല്ല. അത് കഴിഞ്ഞാലും റെസ്റ്റേ ഇല്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ചേരാണ്. ഗോപികൃഷ്ണൻ, തിരുവനന്തപുരത്തെ ഞാൻ പറയുകയായിരുന്നു, തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ ആകർഷിച്ച ത്രികോണ മത്സരം. ദേശീയ ശ്രദ്ധ ആകർഷിച്ച കേരളത്തിലെ രണ്ടാമത്തെ മണ്ഡലം ഒരുപക്ഷെ ഇക്കുറി തൃശ്ശൂരാണ്. ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം, ഓരോ ദിവസവും വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യം, കട്ടയ്ക്ക് കട്ട പോരാട്ടം നടക്കുന്ന സാഹചര്യം. കൊട്ടിക്കലാശത്തിന്റെ ഒരു ആവേശം ഇപ്പോൾ തന്നെ സ്വാഭാവികമായും പ്രകടമാകണം, അല്ലേ? ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹാഷ്മി ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പിൽ നമ്മൾ പറയില്ല, ആളൊഴിഞ്ഞ പൂരപ്പറമ്പിലാണ് ഞാനുള്ളത്. തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ്. നമുക്കറിയാം, തൃശ്ശൂർ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം, ഏറ്റവും തീ പാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം, അവസാന വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്ന മണ്ഡലം. ഇങ്ങനെ ഏത് വിശേഷണവും ഇവിടെ ചേരും തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച്. ഈ പൂരപ്പറമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പൂരപ്പറമ്പിൽ ആളൊഴിഞ്ഞെങ്കിലും പൂരമുയർത്തിവിട്ട വിവാദം ഇതുവരെ തൃശ്ശൂരിൽ അവസാനിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതകളെ ബാധിക്കാൻ പോകുന്നത് എന്നതാണ് സത്യത്തിൽ തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതിൽ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നത് മറ്റു 2 മുന്നണികളും UDFും അതോടൊപ്പം തന്നെ NDAയും വളരെ വലിയ പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ LDFന് ഇതിനുള്ള ആശ്വാസം ഉടൻ തന്നെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള ഒരു സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും ഒക്കെയാണ് LDFന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉള്ളത്. തൃശ്ശൂരിന്റെ മറ്റൊരു പ്രത്യേകത, തൃശ്ശൂർക്കാരനായ ആൾ ആരാണ്, അല്ലെങ്കിൽ തൃശ്ശൂരിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ ആരാണ്, തൃശ്ശൂരിന്റെ മനസ്സറിയുന്ന ആൾ ആരാണെന്നതാണ്. 3 സ്ഥാനാർത്ഥികളും ഇത് അവകാശപ്പെടുന്നുണ്ട് തൃശ്ശൂരിൽ എന്നതാണ് പ്രത്യേകത. നമുക്കറിയാം, VS സുനിൽകുമാറിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ നാടിനെ അറിയുന്നവർ നയിക്കട്ടെ എന്നുള്ളതാണ്. കെ മുരളീധരനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയൊരു ലെഗസി ഉണ്ട്, കെ കരുണാകരന്റെ ലെഗസി ഉണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ പുത്രൻ എന്നാണ് കെ മുരളീധരനെ ഇവിടെ തൃശ്ശൂർക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അറിയാം, വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്ന്, അതായത് വീണ്ടും മോദി സർക്കാർ വരുമെന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കുമെന്നും. അങ്ങനെ 3 മുന്നണികളും ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നത് ഈ തരം വിശേഷണങ്ങളോട് കൂടിയാണ്. പക്ഷേ തൃശ്ശൂരിന്റെ മനസ്സെന്താണ്, തൃശ്ശൂരിലെ വോട്ടർമാർ ഈ അവസാന നിമിഷങ്ങളിൽ എന്താണ് അവരുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ ചർച്ചയാക്കപ്പെട്ട കുടുംബയോഗങ്ങൾ നിരവധി തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെ താഴെ ഇറങ്ങി വന്ന് പ്രചാരണം നടത്തിയ മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് തൃശ്ശൂരിൻ്റെ പ്രചാരണം കടക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് തൃശ്ശൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു തരത്തിലും പിടിതരാത്ത ഒരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ഒരു തരത്തിലും നമുക്ക് മാറ്റി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ തൃശ്ശൂരിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെട്ടതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ, ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ ഇവിടെ വന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിൽ എത്തിയത് നരേന്ദ്രമോദി എത്തി പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല, പിന്നീട് രാജ്യവ്യാപകമായി NDA സർക്കാർ ഉപയോഗിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ആ പ്രയോഗം ഉണ്ടായത് തൃശ്ശൂരിൽ വന്ന് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറെ സംബന്ധിച്ച് തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തയാളാണ് സുനിൽകുമാർ. മാത്രമല്ല, നമ്മുടെ സുനി എന്നാണ് തൃശ്ശൂർക്കാർ സുനിൽകുമാറിനെ പറയാറുള്ളത്. അപ്പോൾ അത്രയധികം തൃശ്ശൂർക്കാരുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDFന്റെ VS സുനിൽകുമാർ. ആ ആത്മവിശ്വാസം സുനിൽകുമാറിനുണ്ട്. കെ മുരളീധരനെ സംബന്ധിച്ച് പത്മജ വേണുഗോപാൽ BJP ക്യാമ്പിലേക്ക് പോയ ശേഷം കരുണാകരന്റെ ലെഗസി, ആ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി തൃശ്ശൂർ
മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമായി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ തൃശ്ശൂരിലെ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കും, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി തൃശ്ശൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങളും ദേശീയ രാഷ്ട്രീയവും ഒക്കെ തൃശ്ശൂരിൽ ചർച്ചയാകുമ്പോഴും പൂരമടക്കമുള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തും, അത് സ്വാധീനിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ മറുഭാഗത്തും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹാഷ്മി, എന്താണ് തൃശ്ശൂർ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ നമ്മുടെ പ്രതിനിധി സൂരജ് സജിയാണ്. സൂരജാണ് തൃശ്ശൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച സൂരജ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ ചർച്ചയാക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം? ഗോപീഷ്, എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും ഉള്ളത് ഈ പൂരം പ്രതിസന്ധി തന്നെയാണ് എല്ലാവരും ചർച്ചയാക്കാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഈ കോർപ്പറേഷനിലാണ്. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് BJP കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂരം ഒരു വലിയ സജീവ വിഷയമാക്കിക്കൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. മറുവശത്ത് ഈ UDF ആവട്ടെ ഇതിനകത്തൊരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് BJPക്ക് വേണ്ടി ഇത്തരം ഒരു പ്രതിസന്ധി അത് LDF ക്രിയേറ്റ് ചെയ്തു എന്ന തരത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇടത് വോട്ടുകളിൽ പോലും ഒരു വിള്ളൽ ഉണ്ടാക്കുക എന്ന് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമീപ മണ്ഡലങ്ങൾ, അത് ഗുരുവായൂർ, ഈ മണലൂര് തുടങ്ങി അത്തരം മണ്ഡലങ്ങളിൽ കൂടി ഇതൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതാണ് ഇരു മുന്നണികളും കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ അവസാന ലാപ്പിൽ പിന്നെ കരുവന്നൂർ കൂടി സജീവമാക്കി നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഹാഷ്മി, ഇതാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഇപ്പോഴത്തെ വിശേഷം. ഓക്കെ, കെ ആർ ഗോപീഷ്. അപ്പോൾ മോഹൻ ചേട്ടൻ പറയുകയാണ്, ആഷ്മി കേബിൾ ക്രോസ് വലിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക, ഇടയ്ക്ക് പുറകോട്ടം നോക്കി സൂക്ഷിച്ച് മുന്നോട്ട്. ചേട്ടാ ഞാനങ്ങ് ഇരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ സെക്രട്ടറിയേറ്റിന്റെ മുന്നിലാണ്. കിഴക്കേക്കോട്ടയിൽ യാത്ര തുടങ്ങി അവിടെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയൊക്കെ കാണാം. തിരുവിതാംകൂർ രാജ്യത്തിലെ പഴയ പ്രധാനമന്ത്രി വേലുത്തമ്പി ദളവ അങ്ങനെ ഒരു മാലയൊക്കെ ഇട്ട് നിൽപ്പാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ. സെക്രട്ടറിയേറ്റൊക്കെ കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. വാർത്തായാത്ര ഡബിൾ ഡെക്കറിൽ മാത്രമല്ല, നമ്മുടെ 20 മണ്ഡലങ്ങൾ കൂടിയുമാണ് വാർത്തായാത്ര. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരികെ എത്താൻ വളരെ പെട്ടെന്നാണ്, ചെറിയൊരു ഇടവേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.